ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA പൊളിറ്റിക്കൽ സയൻസിന്റെ 5ാം സെമസ്റ്ററിലെ ആദ്യത്തെ പേപ്പറാണ് റിസർച്ച് മെത്തഡോളജി. എന്താണ് പേര്? റിസർച്ച് മെത്തഡോളജി. 6 മൊഡ്യൂളുകളിലായിട്ട് അല്ലെ അങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് നമ്മുടെ റിസർച്ച് മെത്തഡോളജി. ഗവേഷണമാണ് വിഷയത്തിന്റെ പ്രധാന എന്താ പറയുക ത്രെഡ് എന്ന് പറയുന്നത്. അതായത് പ്രധാന വിഷയം ഗവേഷണമാണ് കേട്ടോ. അതായത് ഗവേഷണം എന്ന് പറയുമ്പോൾ അതിൽ ആദ്യം പറയാനുള്ളത് എന്തിനാണ് പൊളിറ്റിക്കൽ സയൻസിനകത്ത് ഗവേഷണം ചെയ്യുന്നത്. അപ്പൊ ഗവേഷണം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളിത് വലിയൊരു സംഭവമാണെന്നൊന്നും കരുതണ്ട. രാഷ്ട്രീയത്തെക്കുറിച്ച്, രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് എന്ത് ഗവേഷണം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ആ പഠനം എന്ന് പറയുന്നത് എങ്ങനെയല്ല, നമ്മൾ പഠിക്കുന്നത് പോലെ പുസ്തകം നോക്കി പഠിക്കലല്ല. സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അല്ലെ, സമൂഹത്തിനകത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് അല്ലെ, ഓരോ ദിവസവും കഴിയുന്നിടത്തോളം പുതിയ പുതിയ രാഷ്ട്രീയ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നു അല്ലെ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ നല്ല നല്ല പരിഹാര മാർഗങ്ങളും ആവശ്യമാണ്. അപ്പോൾ പരിഹാരം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുക, നന്നായിട്ട് ആ വിഷയത്തെക്കുറിച്ച് പഠിച്ച് വിവരങ്ങളൊക്കെ ശേഖരിച്ച് അല്ലെ ഒരു അപഗ്രഥനൊക്കെ നടത്തുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അതിനുള്ള നല്ല പരിഹാര മാർഗങ്ങൾ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിനകത്തുള്ള വ്യത്യസ്തമായ സാമൂഹിക പ്രതിഭാസങ്ങൾ, അതിൽപ്പെട്ട രാഷ്ട്രീയ പ്രതിഭാസങ്ങൾ കേട്ടോ. രാഷ്ട്രീയ പ്രതിഭാസങ്ങൾ എന്ന് പറയുമ്പോൾ പുതിയ പുതിയ രാഷ്ട്രീയ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ വർഗീയതയാണെങ്കിലും വർഗീയതയ്ക്ക് പുതിയ മുഖങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് ആ പ്രശ്നങ്ങളെ പരിഹരിക്കുക അല്ലെ, പഠിച്ച് വിവരങ്ങൾ ശേഖരിച്ച് അത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് എന്താ പറയാ പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നുള്ളതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് പൊളിറ്റിക്കൽ സയൻസിനകത്ത് ഗവേഷണം എന്ന് പറയുന്ന ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് കേട്ടോ. ഏതൊരു ശാസ്ത്രീയ വിഷയമാണെങ്കിലും കേട്ടോ, ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം സയൻസ് ആണ്. ഏതൊരു ശാസ്ത്രീയ വിഷയമാണെങ്കിലും ആ വിഷയത്തിനകത്ത് നിരന്തരം എന്ത് ചെയ്യണം, ശാസ്ത്രീയ പഠനങ്ങൾ നടക്കണം. എന്നാലേ ആ വിഷയത്തിന് നിലനിൽക്കാൻ സാധിക്കുള്ളൂ അല്ലെ. ഇപ്പൊ നമുക്കറിയാം ശാസ്ത്രീയമായിട്ട് കണ്ടെത്തിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും അവസാനത്തെ വാക്കല്ല അല്ലെ, അതിനേക്കാൾ മികച്ച അല്ലെ അതല്ലെങ്കിൽ അതിനേക്കാൾ നല്ല തെളിവുകളോട് കൂടിയിട്ടുള്ള മറ്റൊരു വിശദീകരണം വരുമ്പോൾ ആദ്യത്തേത് തള്ളിക്കളയും. അങ്ങനെയാണല്ലോ ശാസ്ത്രം എന്ന് പറയുന്നത്. ശാസ്ത്രീയമായിട്ടുള്ള ഒരു വിശദീകരണം അവസാനത്തെ വാക്കല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ആണ്. അതുകൊണ്ട് നമ്മുടെ പൊളിറ്റിക്സിനകത്ത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള പ്രവണതകൾ പുതിയതായിട്ട് കടന്നു വരുന്നുണ്ട്. പഴയ രീതികൾ മാറുന്നുണ്ട് അല്ലെ, പഴയ സിദ്ധാന്തങ്ങളിലെ കുറെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്, നിരന്തരം പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. ആ പഠനങ്ങൾ എങ്ങനെയാണ് നടത്തേണ്ടത് അല്ലെ, വെറുതെ പഠിച്ചാൽ പോരാ, എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് പഠിക്കേണ്ടത്, അതിന് ചില ചിട്ടയായ രീതികളൊക്കെ ഉണ്ട്. ആ രീതികളെ കുറിച്ചൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ ഒരു വിഷയത്തിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ടും ഈ വിഷയത്തിന്റെ പ്രത്യേകതയാണ് അല്ലെ. നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിന്റെ മറ്റു വിഷയങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തപ്പെട്ടുള്ള ഒരു വിഷയമാണ്. വ്യത്യാസം എന്ന് പറയുമ്പോൾ പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം നമ്മൾ നേരത്തെ IGPയോ അല്ലെങ്കിൽ ആൻഷ്യന്റ് മിഡീവൽ പൊളിറ്റിക്കൽ തോട്ടോ അല്ലെങ്കിൽ ഇഷ്യൂസ് ഒന്നും പഠിച്ച പോലെ നമ്മൾ രാഷ്ട്രീയത്തെ കുറിച്ചല്ല എന്ത് ചെയ്യുന്നത്, പൊളിറ്റിക്സ് അല്ല നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ പൊളിറ്റിക്സ് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ശാസ്ത്രീയമായിട്ട് പഠിക്കാം കേട്ടോ. അതായത് പുസ്തകം നോക്കി പഠിക്കുന്ന കാര്യമല്ല, ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് സമൂഹത്തെക്കുറിച്ച്, സമൂഹത്തിനകത്ത് നടക്കുന്ന രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ കുറിച്ച് എങ്ങനെ ശാസ്ത്രീയമായിട്ട് പഠിക്കാം, അങ്ങനെ പഠിക്കേണ്ടതിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. അപ്പൊ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ ഒരു രാഷ്ട്രീയ പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു വർഗീയത ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ശാസ്ത്രീയമായിട്ട് എങ്ങനെ പഠിക്കാം, അത് പഠിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, രീതികൾ എന്തൊക്കെയാണ്, അതാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഇവിടുന്ന് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഡിഗ്രിയും PGയും ഒക്കെ കഴിഞ്ഞാൽ PhD ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് അല്ലെ. നിങ്ങൾ എന്ത് ചെയ്യും, സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്യും, ഗവേഷണം ചെയ്യും. അപ്പൊ ആ ഗവേഷണത്തിന്റെ ആദ്യ ബാലപാഠമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത് ഇവിടെ നിങ്ങൾക്ക് തരുന്നത്. നമുക്കൊരു ഡെഫിനിഷനിലൂടെ അത് പറയാം കേട്ടോ. ഇന്നത്തെ ലോകത്ത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, സാമൂഹിക പ്രശ്നങ്ങളുണ്ട്, രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കൃത്യവും ബുദ്ധിപരവുമായതും പ്രായോഗിക, അതായത് പരിഹരിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ ആവശ്യമാണ്. അപ്പൊ പരിഹരിക്കണമെങ്കിൽ, ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ എന്ത് വേണം, ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല അറിവുകൾ അല്ലെ, വളരെ കൃത്യമായ അറിവ് നമുക്ക് വേണം. അപ്പൊ നമ്മുടെ നാട്ടിലൊരു രണ്ടാളുകൾ തമ്മിൽ അടി ഉണ്ടായി അല്ലെ, നമ്മൾ ആ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം, എന്തുകൊണ്ട് ആ അടി ഉണ്ടായി എന്ന് വളരെ കൃത്യമായി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അറിവ് വേണം. എന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള ഇത്തരം സാമൂഹിക പ്രശ്നങ്ങൾക്കൊക്കെ കൃത്യമായ പരിഹാര മാർഗങ്ങൾ നമുക്ക് നിർദ്ദേശിക്കണം എന്നുണ്ടെങ്കിൽ പരിഹരിക്കേണ്ടതുണ്ട് അല്ലെ. നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇത്തരം രാഷ്ട്രീയ പ്രശ്നങ്ങളാണെങ്കിൽ അതൊക്കെ പരിഹരിക്കേണ്ടതുണ്ട്. അപ്പൊ പരിഹരിക്കേണ്ടതുണ്ടെങ്കിൽ അതിന് എന്ത് വേണം, നല്ല
കൃത്യമായ വ്യക്തമായ അല്ലെ പ്രായോഗികമായ അറിവുകൾ വേണം. ആ അറിവുകൾ നേടാനുള്ള വഴിയാണെന്ത് ഗവേഷണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിത്യേന ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അല്ലേ. ഒരു പ്രശ്നം നമ്മൾ ജീവിതത്തിലെ രാവിലെ മുതൽ വൈകുന്നേരം നമുക്ക് എത്ര തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പൊ ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായി അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നു അല്ലെ. ആ വിവരങ്ങൾ ശേഖരിച്ചതിൽ നിന്ന് നമ്മളൊരു പരിഹാര മാർഗം കണ്ടെത്തുന്നു, അങ്ങനെ പരിഹരിക്കുന്നു. അപ്പൊ ഞാനും നിങ്ങളൊക്കെ ദൈനംദിനം ചെയ്യുന്നൊരു കാര്യമാണ് ശരിക്കും എന്ത് ഈ ഗവേഷണം എന്ന് പറയുന്നത്. നമ്മൾ നിരന്തരം പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കും. ആ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അതിൽ നിന്ന് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരും. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഗവേഷണം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഗവേഷണം എന്ന് കേൾക്കുമ്പോൾ അല്ലെ, ഗവേഷണം ഇതെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കും. ഒന്നുമല്ല. കൃത്യമായ വിവരം അല്ലെ, ഒരു പ്രശ്നം സംഭവിക്കുമ്പോൾ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച് ആ വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു പ്രശ്ന പരിഹാര മാർഗം നിർദ്ദേശിക്കുമ്പോൾ ഈ പരിപാടിക്കാണെന്ന് പറയുന്നത് ഗവേഷണം എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ നമ്മളിവിടെ പറയില്ല, നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായ പ്രശ്നമുണ്ട്. ഇപ്പൊ സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ എക്കണോമിക്സ് പഠിച്ച ആളുകൾ അല്ലെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയും ആ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കുകയും ചെയ്യും അല്ലെ. സാമൂഹികമായ പ്രശ്നമാണെങ്കിൽ സോഷ്യോളജി പഠിച്ച ആളുകൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യും. പൊളിറ്റിക്സ് പഠിച്ച ആളുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയും, രാഷ്ട്രീയം പഠിച്ച ആളുകൾ അങ്ങനെ എന്ത് ചെയ്യുന്നു, അതിന് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ഗവേഷണം എന്ന് പറയുന്നത്. അപ്പൊ ഗവേഷണം വലിയൊരു സംഭവമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിലൊക്കെ നമ്മൾ നിരന്തരം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത് ഗവേഷണം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി അല്ലേ, നിങ്ങളുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അല്ലെ, ആ പ്രശ്നം ഉണ്ടാക്കിയ ആളെയോ അല്ലെങ്കിൽ അതെന്തോ ആയിക്കോട്ടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആദ്യം അന്വേഷിക്കും. എന്താണെന്നല്ല അവരോടൊപ്പം സംസാരിക്കും. എന്തിനാണ് സംസാരിക്കുന്നത്, ഇന്റർവ്യൂ ആണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലെ. നിങ്ങളുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടായി അല്ലെ, അമ്മയും ഭാര്യയും തമ്മിൽ പ്രശ്നം ഉണ്ടായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അമ്മയോടൊന്ന് സംസാരിക്കുന്നു, ഭാര്യയോട് സംസാരിക്കുന്നു. അപ്പൊ നിങ്ങൾ അവിടെ എന്താ ചെയ്യുന്നത്, ശരിക്കും ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ ചെയ്ത് നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്യാണ്. ഡാറ്റ കളക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനുള്ള പരിഹാര മാർഗം നിർദ്ദേശിച്ച് ആ പ്രശ്നം പരിഹരിച്ചു. അപ്പൊ ശരിക്കും നിങ്ങൾ അവിടെ ഒരു ഗവേഷകനാണ്. അപ്പോൾ ദൈനംദിന ജീവിതത്തിനകത്ത് നമ്മൾ നിത്യേന ഇത്തരത്തിലുള്ള പല ഗവേഷണങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്. ഈ ഗവേഷണം നമുക്ക് പൊളിറ്റിക്കൽ സയൻസിലും ആവശ്യമാണ് എന്നുള്ളതാണ് കേട്ടോ. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന് കൃത്യമായ ശാസ്ത്രീയ രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പഠിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഉടനീളം കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കേട്ടോ ഒരു ഗ്ലാൻസിൽ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കിപ്പോരാം. ഞാൻ ഈ പറയുന്ന കാര്യം ഉണ്ടല്ലോ, ഈ പറയുന്ന കാര്യമാണ് നിങ്ങളുടെ ഈ ഒരു ടെക്സ്റ്റിനകത്ത് മുഴുവനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. എങ്ങനെയാണ് പൊളിറ്റിക്കൽ സയൻസിനകത്ത് ഒരു ശാസ്ത്രീയമായ ഗവേഷണം ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ വളരെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. ഒരു 10 സ്റ്റെപ്പുകളിലൂടെയാണ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഉള്ളത് തന്നെയാണ് കേട്ടോ. ടെക്സ്റ്റിനകത്ത് 11 സ്റ്റെപ്പൊക്കെ ഉണ്ട്, 10 സ്റ്റെപ്പിൻ്റെ ആവശ്യമുള്ളൂ. 10 സ്റ്റെപ്പ്. ഈ 10 സ്റ്റെപ്പുകൾ നമുക്ക് സജസ്റ്റ് ചെയ്തത് CR കോത്താരി എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്തത്, ഈ ഒരു 10 സ്റ്റെപ്പുകൾ സജസ്റ്റ് ചെയ്തത്. ഈ 10 സ്റ്റെപ്പുകളിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ശാസ്ത്രീയമായിട്ട് നിങ്ങളുടെ ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. അപ്പൊ ഗവേഷണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണം എന്താണ്, വിവരങ്ങൾ ശേഖരിക്കുക, അതിൽ നിന്ന് എന്ത് ചെയ്യുക ഒരു പരിഹാര മാർഗം അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കുക. ഇതാണ് ഇല്ലേ വളരെ സിമ്പിളായിട്ട് ഗവേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. വിവരങ്ങൾ ശേഖരിക്കുക അല്ലെ, ശാസ്ത്രീയമായിട്ട് വിവരങ്ങൾ ശേഖരിക്കുക, അതിൽ നിന്ന് എന്ത് ചെയ്യുക ഒരു കൺക്ലൂഷനിലേക്ക് അല്ലെങ്കിൽ ഒരു പരിഹാര മാർഗത്തിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ CR കോത്താരി ഒരു 10 സ്റ്റെപ്പുകളിലൂടെ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു ഗവേഷകൻ അല്ലെ, അതായത് ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഒരു രാഷ്ട്രീയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ പ്രശ്നത്തിന് പരിഹാര മാർഗം നിർദ്ദേശിക്കേണ്ടത് ശാസ്ത്രീയമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ 10 സ്റ്റെപ്പുകളിലൂടെ പറയുന്നത്. ഈ 10 സ്റ്റെപ്പുകളാണ് നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ ഉടനീളം പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഈ വിഷയം പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണെന്ത് ഈ 10 സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഒന്ന്, ഗവേഷണ പ്രശ്നം രൂപീകരിക്കുക. അപ്പം നിങ്ങളുടെ നാട്ടിൽ പ്രശ്നമൊക്കെ ഉണ്ടാവും, ആ പ്രശ്നം വളരെ വ്യക്തമായി നിർവചിക്കുക. എന്താണ് ഏതാണ് എന്നുള്ളത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി അതിനെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുക എന്നല്ല ഉദ്ദേശിച്ചു കേട്ടോ. അതായത് കൃത്യമായി നിർവചിച്ചിട്ട് എന്താണ് ആ പ്രശ്നം എന്നുള്ളത് വ്യക്തമാക്കുക. ഡിഫൈൻ ദ പ്രോബ്ലം എന്നൊക്കെയാണ് ഈ സ്റ്റെപ്പിന്റെ വേറൊരു പേര് എന്ന് പറഞ്ഞാൽ. അതായത് എന്താണ് പ്രശ്നം എന്നുള്ളത് വളരെ വ്യക്തമാക്കുക. ഏതൊരു പ്രശ്നവും പരിഹരിക്കുന്നതിനുള്ള ആദ്യ മാർഗം എന്ന് പറയുന്നത് പ്രശ്നം വ്യക്തമാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ പ്രശ്നമുണ്ട്, ആ പ്രശ്നം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എന്താ വേണ്ടത്, ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാവല്ലേ വേണ്ടത്. ഇപ്പോൾ ഒരു കോട്ടിങ്സിൽ തന്നെ പറയാറുണ്ട്, ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ആദ്യ നടപടി അല്ലെങ്കിൽ അതിന്റെ പകുതി ജോലി തീരും ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ. പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ
ഉള്ളിൽ നിന്നൊക്കെ ഓട്ടോമാറ്റിക്കലി സൊല്യൂഷൻ എന്ത് ചെയ്യും, നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. നമുക്ക് പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ആ പ്രശ്നം എന്താ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാത്തത് കൊണ്ടാണ് അല്ലേ. മനുഷ്യന്റെ അവന്റെ തലച്ചോറ് രൂപപ്പെടുത്തിയതിന്റെ പ്രശ്നപരിഹാരവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണെന്നാണ് എനിക്കൊക്കെ തോന്നിയിട്ടുള്ളത്. കാരണം ഒരു പ്രശ്നം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ ഓട്ടോമാറ്റിക്കലി ആ പ്രശ്നത്തെ പരിഹരിച്ചിരിക്കും. പലപ്പോഴും പല ആളുകൾക്കും പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിച്ചുകൊണ്ട് ഇതാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഗവേഷണത്തിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വളരെ വ്യക്തമായി എന്താണ് ആ പ്രശ്നം എന്നുള്ളത് കൃത്യമായി നിർവചിക്കുക, അതാണ് രൂപീകരിക്കുക എന്നുള്ള ഉദ്ദേശം കേട്ടോ. പിന്നെ ഗവേഷണത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു രാഷ്ട്രീയ പ്രശ്നം, ഒരു കമ്മ്യൂണൽ കലാപമാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കേട്ടോ, കൃത്യമായിട്ട് അതിൽ എന്താണുള്ളത്, എന്താ പ്രശ്നം നിങ്ങൾ ഇത് തയ്യാറാക്കി. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നേരിട്ട് പോയിട്ട് ജനങ്ങളോട് പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുകയല്ല വേണ്ടത്. എന്താ ചെയ്യേണ്ടത്? അതുവരെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ടാവും ഇല്ലേ. ഇപ്പോൾ പിന്നെ ഈ കമ്മ്യൂണൽ കലാപം അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ടൊന്നല്ലല്ലോ, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കാലങ്ങളായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. അത്തരം മുമ്പ് പഠിച്ചിട്ടുള്ള ആളുകളുടെ പുസ്തകങ്ങൾ പരിശോധിക്കുക. അതിലൂടെ അവരെന്താണ് ഈ കമ്മ്യൂണൽ കലാപവുമായി ബന്ധപ്പെടുത്തി കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. എന്ത്, നിങ്ങളുടെ പ്രശ്നത്തിന്റെയും കാരണം ഇതായിരിക്കാം കേട്ടോ. അതാണ് അനുമാനം രൂപീകരിക്കുക. അപ്പൊ എന്റെ നാട്ടിൽ ഇപ്പൊ ഒരുപാട് ആളുകൾ കമ്മ്യൂണൽ കലാപത്തെ കുറിച്ച് പഠിച്ച് അവർ കണ്ടെത്തിയ കാരണം ഇതാണ്, അതുകൊണ്ട് എന്റെ നാട്ടിലും ആ കലാപത്തിന്റെ കാരണം ഇതായിരിക്കാം എന്നൊരു അനുമാനം കേട്ടോ, അനുമാനം ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് ആദ്യത്തെ പരിപാടി. അപ്പോൾ പ്രശ്നം കൃത്യമായി നിർവചിക്കുക, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഴയകാല പഠനങ്ങൾ പുസ്തകങ്ങളൊക്കെ പരിശോധിക്കുക, അതിൽ നിന്നും ഒരു ഹൈപ്പോതീസിസ് കേട്ടോ, അതൊക്കെ നമുക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട്. എന്താണ് ഹൈപ്പോതീസിസ് ഒക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിക്കും കേട്ടോ, ലിറ്ററേച്ചർ സർവേ ഒക്കെ നമ്മൾ പഠിക്കും. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് കേട്ടോ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഇതോട് കൂടിയിട്ട് നമ്മൾ ഒരു ഫസ്റ്റ് സ്റ്റേജ് കവർ ചെയ്തു അല്ലെ. പ്രശ്നം നിർവചിച്ചു, അതുമായി ബന്ധപ്പെട്ട സാഹിത്യമായ പഠനങ്ങൾ നടത്തി. സാഹിത്യ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വെറുതെ ഏതെങ്കിലും പുസ്തകം വായിക്കാന്നല്ല, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ലൈബ്രറി കയറിയാണ്ട് മുന്നേ ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. അത്തരം പഠനങ്ങൾ നമ്മൾ പരിശോധിക്കുക. ആ പഠനങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചിട്ടുണ്ടാവും. അതാണെന്ത്, ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായി, അതിനുള്ള ഏകദേശം ഒരു താൽക്കാലിക ഉത്തരവ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ജനങ്ങളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ റിസർച്ചിന്റെ ഒരു ഡിസൈൻ, ഞാൻ എവിടെയാണ് പോകേണ്ടത്, ആരുടെ ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്, ഡാറ്റ കളക്ട് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ്, എന്ത് തരം ഗവേഷണമാണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ ഒരു വീട് ഉണ്ടാക്കുമ്പോൾ വീടിന് പ്ലാൻ ചെയ്യുമല്ലോ, ഒരു ഡിസൈൻ ചെയ്യുമല്ലോ, അതേപോലെ നമ്മൾ ഗവേഷണത്തിന് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ജനങ്ങളുടെ അടുത്ത് നേരിട്ട് ഡാറ്റ കളക്ട് ചെയ്യാൻ പോവുകയാണ്. അതിനു വേണ്ടി ഡാറ്റ കളക്ട് ചെയ്യാൻ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ റിസർച്ചിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്യണം. അതാണ് ഗവേഷണ രൂപരേഖ തയ്യാറാക്കുക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ സാമ്പിളിന്റെ രൂപകൽപ്പനയും തയ്യാറാക്കണം. അപ്പോൾ വിവരം ശേഖരിക്കുക എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ അടുത്ത് നിന്നാണ് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിലാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ കേരളത്തിലെ മുഴുവൻ ആളുകളുടെ അടുത്ത് നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റില്ല. ഇനി കേരളം പോട്ടെ, നിങ്ങളുടെ ജില്ലയിലാണ് ആ പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജില്ലയിലെ മുഴുവൻ ആളുകളിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഓരോ ഏരിയയിൽ നിന്നും ഓരോ ഇത്തരം ആളുകൾ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, നിങ്ങൾ സാമ്പിൾ സെലക്ട് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സാമ്പിളിന് എങ്ങനെയാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്, അതിന് കുറേ ടെക്നിക്കുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ സാമ്പിളിനെ തീരുമാനിക്കുന്നതിൽ. അപ്പോൾ നമുക്ക് മുഴുവൻ ആളുകളെ പഠിക്കാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കുറച്ച് ആളുകൾ, അതിൽ നിന്നില്ലേ അവരെ പ്രതിനിധീകരിക്കുന്ന കുറച്ച് ആളുകളെ സെലക്ട് ചെയ്യണം. ഇപ്പോൾ സ്കൂളിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലേ, എല്ലാ കുട്ടികളോടും പ്രിൻസിപ്പൾക്ക് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് പ്രിൻസിപ്പൾ എന്ത് ചെയ്യും, ഓരോ ക്ലാസ്സിലെയും ക്ലാസ് ലീഡർമാരെ വിളിക്കൂലേ. അപ്പോൾ ക്ലാസ് ലീഡർ എന്ന് പറയുന്നത് എന്താണ്, ആ ക്ലാസ്സിനെ പ്രതിനിധീകരിച്ച് വരുന്ന ഒരാളാണ്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഗവേഷണം നടത്തുന്ന സമയത്ത് എല്ലാവരെയും കുറിച്ച് പഠിക്കാൻ നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഇതേപോലെ അല്ലേ ലീഡർമാരെ വിളിക്കണ പോലെ ഓരോ ഏരിയയിൽ നിന്ന് ഓരോ ആളുകളെ വിളിച്ച് സാമ്പിളിനെ ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സാമ്പിളിനെ തീരുമാനിക്കുന്നു. എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, വിവരങ്ങൾ ശേഖരിക്കുന്നു. ഡാറ്റ കളക്ഷൻ കേട്ടോ, വിവരങ്ങൾ ശേഖരിക്കുന്നു. ശേഖരിച്ച വിവരങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു, വിശകലനം ചെയ്യുന്നു അല്ലെ. ഇപ്പൊ ഒരു 100 ആളുകളിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ 100 കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അതൊക്കെ നമ്മൾ ഒന്നിച്ച് ചേർത്ത് അതിനൊന്ന് ഓർഗനൈസ് ചെയ്ത് അല്ലെ, അതിനൊന്ന് കളക്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് സെറ്റപ്പ് ആക്കി അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വിശകലനം ചെയ്യണം. വിശകലനം ചെയ്യുമ്പോൾ നമുക്കൊരു കൺക്ലൂഷൻ കിട്ടും അല്ലെ, നമുക്കൊരു ഉത്തരം കിട്ടും. കാരണം അതാ നമ്മൾ ജനങ്ങളുടെ അടുത്ത് നിന്ന് നേരിട്ട് വിവരങ്ങൾ ശേഖരിച്ച് അതിൽ നിന്നും ഒരു വിശകലനം നടക്കുമ്പോൾ നമുക്കൊരു കൺക്ലൂഷൻ കിട്ടും. ആ കൺക്ലൂഷനെ നമ്മൾ പുസ്തകം വായിച്ചിട്ട് നമുക്ക് കിട്ടിയ ഒരു കൺക്ലൂഷൻ ഉണ്ടല്ലോ, അതുമായി താരതമ്യപ്പെടുത്തണം. അതിനായിട്ട് ടെസ്റ്റിംഗ്, ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ജനങ്ങളുടെ അടുത്ത് നിന്ന് ശേഖരിച്ചിട്ടുള്ള വിവരവും നമ്മൾ പുസ്തകം വായിച്ച് നമുക്ക് കിട്ടിയ വിവരവും ഒന്നാണോ എന്ന് പരിശോധിക്കും കേട്ടോ. ഒന്നാണെങ്കിൽ രണ്ടും കൂടെ ചേർത്തൊരു സിദ്ധാന്തമാകും. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുസ്തകം വായിച്ചിട്ട് നമുക്ക്
നമുക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ തെറ്റാണെങ്കിൽ അതിനെ തള്ളിയിട്ട് ജനങ്ങളിൽ നിന്ന് കിട്ടിയതല്ലേ ശരിക്കുള്ള ഡാറ്റ, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സിദ്ധാന്തം ഉണ്ടാക്കും കേട്ടോ, അല്ലെങ്കിൽ ഒരു പുതിയ തിയറി അവിടെ ഉണ്ടാക്കും കേട്ടോ. പിന്നെ നമ്മൾ അതിനെ ജനറലൈസേഷൻ ഇന്റർപ്രിട്ടേഷൻ, അതായത് മൊത്തത്തിൽ ഇങ്ങനെയാണെന്ന് പറയും, അതായത് ഈ ഒരു കണ്ടെത്തലിലൂടെ നമ്മൾ കണ്ടെത്തിയ കാര്യം ഇതാണെന്ന് അല്ലെ ജനറലൈസ് ചെയ്യും മൊത്തത്തിൽ. ഇപ്പൊ നമ്മൾ അങ്ങനെ പറയുമല്ലോ, പിന്നെ 10 ക്ലാസ്സുള്ള ഒരു സ്കൂളിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓരോ ക്ലാസ്സിൽ നിന്നും വിളിച്ചിട്ടുള്ള ക്ലാസ് ലീഡർമാരുടെ അടുത്ത് കിട്ടിയുള്ള വിവരങ്ങൾ അനുസരിച്ച് അല്ലെ പ്രിൻസിപ്പൾക്ക് ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ മൊത്തം ഇങ്ങനെയാണെന്ന് പ്രിൻസിപ്പൾ പറയില്ലേ. പ്രിൻസിപ്പൾ എല്ലാവരോടും ചോദിച്ചിട്ടല്ല അല്ലെ, ക്ലാസ്സിലെ ഓരോ കുട്ടികളോടും ചോദിച്ചിട്ടാണ് എന്ത് ചെയ്തത്, മനസ്സിലാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൾ നമ്മുടെ കോളേജിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഏത് പറയുമല്ലോ, അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ജനറലൈസേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ പറയും. പിന്നെ എന്ത് ചെയ്യും, അപ്പൊ നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് എല്ലാ കാര്യവും റെഡിയായി. പിന്നെ നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, എഴുതി തയ്യാറാക്കുക, അതായത് റിപ്പോർട്ടായിട്ട് എഴുതി തയ്യാറാക്കുക. ഇത്രയുമാണ് എന്ത് ഒരു ഗവേഷണത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിക്കാണ്, ഒന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഒരു റഫായിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു പോയിട്ടില്ല. എന്താണ് ഗവേഷണം എന്നുള്ളതും ഗവേഷണത്തിൽ നമ്മൾ പാലിക്കേണ്ട വിവിധ സ്റ്റെപ്പുകൾ എന്താണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ളത് കേട്ടോ. ഇനി വളരെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പിന്നെ എന്താ പറയുക ഈ ഒരു എന്താ പറയുക സിലബസിലേക്ക് നോക്കൂ. ഫസ്റ്റ് നമ്മൾ റിസർച്ച് മെത്തഡോളജി. ഇവിടെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ എന്താണ് റിസർച്ച്, വ്യത്യസ്ത തരത്തിലുള്ള റിസർച്ച് മെത്തഡോളജികൾ ഏതൊക്കെയാണ്, സോഷ്യൽ സയൻസ് റിസർച്ച് എന്താണ്, ഒരു ഗവേഷകൻ എങ്ങനെയായിരിക്കണം, ഗവേഷണത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് തുടങ്ങിയിട്ട് ഗവേഷണവുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ടൈപ്സ് ഓഫ് റിസർച്ച്, അതായത് ഗവേഷണത്തിനകത്ത് വ്യത്യസ്ത തരത്തിലുള്ള ഗവേഷണം ഉണ്ട്. എന്തിനാണ് അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഗവേഷണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വ്യത്യസ്ത രീതിയിൽ അറിവുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വ്യത്യസ്ത തരത്തിലുള്ള ഗവേഷണം അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് പിന്നെ എന്താ പറയാ കോഴിക്കോട്ടേക്ക് ബസ്സിനും പോകാം അല്ലെ, നടന്നും പോകാം. പക്ഷെ ബസ്സിന് പോകുന്ന എക്സ്പീരിയൻസും നടന്നു പോകുന്ന എക്സ്പീരിയൻസും ഡിഫറൻസ് ആയിരിക്കുമല്ലോ, രണ്ട് രീതിയിലുള്ള അറിവല്ലേ. അതേപോലെ ഗവേഷണത്തിൽ നമ്മൾ പഠിക്കുന്നത് പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ കുറിച്ചാണെങ്കിലും അല്ലെ, വ്യത്യസ്ത രീതിയിൽ പഠിക്കുമ്പോൾ വ്യത്യസ്തമായ അറിവുകളുണ്ടാവും. അപ്പൊ അങ്ങനെ അതൊക്കെ നമ്മൾ പറഞ്ഞു തരും കേട്ടോ. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള റിസർച്ചുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങൾ നോക്കൂ അല്ലെ, 4ാമത്തെ സ്റ്റെപ്പായിട്ടുള്ള റിസർച്ച് ഡിസൈൻ ആണ് ഒരു മൊഡ്യൂള് കേട്ടോ. 4ാമത്തെ സ്റ്റെപ്പായിട്ടുള്ള റിസർച്ച് ഡിസൈന് എന്താണ്, വ്യത്യസ്ത തരത്തിലുള്ള റിസർച്ച് ഡിസൈൻ ഉണ്ട്. അത് ഞാൻ പറഞ്ഞത്, ആ സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ അതാണ്ടോ മൊഡ്യൂള് സാമ്പിളിങ് എവിടെ വരുന്നു ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. നമ്മൾ അല്ലേ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് വേണം, നമ്മുടെ സാമ്പിളിനെ തീരുമാനിക്കണം, ആരുടെ നിന്നൊക്കെയാണ് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്നത് അല്ലേ. മൊത്തം ആളുകളെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ ക്ലാസ് റൂമിലെ ടീച്ചേഴ്സൊക്കെ മാറില്ലേ. ഇപ്പം ഞാൻ ചെറിയൊരു 5 മിനിറ്റ് ക്ലാസ് എടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റ കളക്ട് ചെയ്യണം അല്ലേ. പിന്നെ അടുത്ത സ്റ്റെപ്പാണ് ഡാറ്റ കളക്ട് ചെയ്യണം, പിന്നെ ഡാറ്റ അനലൈസ് ചെയ്യണം അല്ലേ, ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് അനാലിസിങ് അതാണ് അല്ലേ, ഡാറ്റ കളക്ട് ചെയ്യണം, ഡാറ്റ അനലൈസ് ചെയ്യണം, അതാണ് മൊഡ്യൂൾ 5 അല്ലേ. ഇനി ആദ്യത്തെ സ്റ്റെപ്പ് അതാണ് രസം, ആദ്യത്തെ സ്റ്റെപ്പ് പ്രോബ്ലം ഫോർമുലേഷൻ അല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പാണ് റിസർച്ചിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്രോബ്ലം ഫോർമുലേഷൻ. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് റിസർച്ചിന്റെ ഈ 10 സ്റ്റെപ്പ് ഇതൊന്നും നിങ്ങൾക്ക് ആരും പറഞ്ഞു തരില്ല കേട്ടോ. ഞാൻ റിസർച്ചിന്റെ ആ ഒരു വിഷയം ഉണ്ടല്ലോ, അത് വളരെ ഡീപ്പായിട്ട് പഠിച്ച ഒരാളാണ്. കുറേയൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാനും നല്ല രീതിയിൽ ക്ലാസ് എടുക്കാനും പറ്റുന്ന രീതിയിൽ നന്നായിട്ട് ഞാനത് പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. നമ്മുടെ സിലബസും ഈ 10 സ്റ്റെപ്പുകളിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ 10 സ്റ്റെപ്പ് ആദ്യം കൃത്യമായി പഠിക്കുക. എന്നിട്ട് ഓരോ സ്റ്റെപ്പുകളിലും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ശ്രദ്ധിച്ച് എന്താ പറയുക കൃത്യമായി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ഗവേഷണം ചെയ്യാൻ പറ്റും. നല്ലൊരു ഗവേഷണം ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഈ എക്സാം നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് എഴുതാനും പറ്റും കേട്ടോ. ഏത് ചോദ്യം ഇപ്പം നിങ്ങൾക്ക് മുന്നേ എക്സ്പീരിയൻസ് ഉള്ള കുട്ടികളൊക്കെ ഉണ്ടാവും, അവരൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ വരില്ലേ, അത് ഓരോ വിഷയത്തിനും ഓരോ സ്വഭാവമുണ്ട് കേട്ടോ. ഓരോ വിഷയത്തിനും ഓരോ സ്വഭാവമാണ്. ആ സ്വഭാവം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാനും കഴിയും. അതിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. മുമ്പ് ചെയ്ത പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, 250 രൂപ മാത്രമേ ഒരു വിഷയത്തിന്റെ കംപ്ലീറ്റ് ക്ലാസ്സിന്, എവിടെ നിങ്ങൾക്ക് ആ പ്രൈസിൽ കിട്ടില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ. അതിൽ MCQന്റെ ഡിസ്കഷൻ ഉണ്ടായിരിക്കും അല്ലെ, ഫുൾ സിലബസ് നമ്മൾ കവർ ചെയ്യും. MCQന്റെ ഡിസ്കഷൻ ഉണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടായിരിക്കും, പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ടുകളുടെ ക്ലിയറൻസ് ഉണ്ടായിരിക്കും, ഗ്രൂപ്പിൽ വിശദീകരണം ഉണ്ടായിരിക്കും. ഇത്രയും വലിയൊരു പാക്കേജാണ്. അപ്പോൾ അതിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യുക. പിന്നെ ക്ലാസ്സിൽ എന്ത് ചെയ്യുക, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ പാലിച്ച് അല്ലേ, നമ്മൾ ചെറിയ നിയമങ്ങളൊക്കെ പറയാറുണ്ട്, അതൊക്കെ വലിയ നിയമമൊന്നുമല്ല, ക്ലാസ്സിൽ നിന്ന് കാര്യങ്ങളൊന്നും പുറത്തേക്ക് ഷെയർ ചെയ്യരുത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ
അപ്പൊ അതൊക്കെ പാലിച്ചുകൊണ്ട് നിങ്ങൾ കൂടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഇല്ലേ, 5th സെം ആയാലും ശരി 6th സെം ആയാലും ശരി, ഇതിൽ വരുന്ന എല്ലാ വിഷയവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ 5 കുട്ടികൾ ഉണ്ടെങ്കിൽ 5 കുട്ടികളെയും അല്ലെ 5 കുട്ടികൾക്കും ഒരേ പ്രശ്നമാണെങ്കിൽ കൂടിയിട്ട് 5 കുട്ടികളെയും ഡീൽ ചെയ്യേണ്ടത് 5 രീതിയിലാണ്. ഒരമ്മ ഈ 5 കുട്ടികളെയും ഒരേപോലെ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. അതേപോലെയാണ് പൊളിറ്റിക്കൽ സയൻസിൽ ഓരോ വിഷയങ്ങളും, ഓരോ വിഷയത്തിനും ഓരോ സ്വഭാവമാണ്, ഓരോരുത്തരോട് ചെയ്യേണ്ട സമീപനങ്ങൾ വ്യത്യസ്തമാണ്. അങ്ങനെ നമ്മൾ ആ വ്യത്യസ്തമായ സമീപനത്തോട് കൂടിയിട്ട് ആ വിഷയത്തെ സമീപിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ വിഷയവും നന്നായിട്ട് മനസ്സിലാവും. അതിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രധാന ഡ്യൂട്ടി അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ആ വിഷയത്തിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക, അതിൽ നിന്നും പരമാവധി മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുതകുന്ന നല്ല ക്ലാസ്സുകൾ തന്നെ ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് തരിക. അപ്പോൾ ആ ക്ലാസ്സിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത്. എല്ലാതും കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് നോട്ടൊക്കെ കാണുമ്പോൾ മനസ്സിലാവേണ്ടായിരിക്കും, മലയാളത്തിൽ എഴുതേണ്ടവർക്കും ഇംഗ്ലീഷിൽ എഴുതേണ്ടവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഇതാണ് എൻ്റെ നമ്പർ കേട്ടോ, 95 26 786 586 കേട്ടോ. ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. മാഷേ പിന്നെ 5th സെമസ്റ്ററിൻ്റെ BA പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് എനിക്ക് അയച്ചാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. കഴിഞ്ഞ സെമ്മിലുള്ള അതേ പ്രൊസീജിയർ തന്നെയാണ്, വേറെ രീതിയിലൊന്നും മാറ്റില്ല. മാഷ് 5th സെം ആകുമ്പോൾ ഫീസ് കൂട്ടുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. 6th സെമ്മിൽ നമ്മൾ ഈ ഒരു ചെറിയ ഫീസ്, ഞാനൊരു 4-5 കൊല്ലമായിട്ട് ഈ ഫീസിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസ് ചെയ്തു പോരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഏതുപോലെ 4th സെമ്മിൽ കൂടെ ഉണ്ടായിരുന്ന പോലെ തന്നെ 5th സെമ്മിലും കൂടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ 5th സെമ്മിൻ്റെ ക്ലാസ് ഇതാ ഇവിടെ ആരംഭിക്കുന്നു. ബാക്കി നമുക്ക് ഗ്രൂപ്പിൽ പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവരും പങ്കെടുക്കുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ആശംസകളും. 4th സെം നന്നായിട്ട് എഴുതി ഒരുപാട് കുട്ടികൾ നല്ല ഫീഡ്ബാക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഫീഡ്ബാക്ക് നമ്മുടെ വീഡിയോയുടെയൊക്കെ കമൻറ്റ് ബോക്സിലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പുതുതായിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഇയാളുടെ ക്ലാസ് കുഴപ്പമില്ല എന്നൊന്ന് തോന്നിക്കോളും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഫീഡ്ബാക്കുകൾ, പിന്നെ എനിക്കും ഇടയ്ക്കൊന്ന് അല്ലേ പുളകം കൊള്ളാൻ അല്ലേ ഒന്ന് വായിച്ച് രസിക്കാൻ അല്ലേ ഏതൊരു അധ്യാപകരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമ്മൾ നല്ലൊരു ക്ലാസ് എടുത്തു കഴിഞ്ഞ് അല്ലേ അതിന് കുറ്റമാണെങ്കിലും കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ഒക്കെ അത് കേൾക്കാനുള്ളൊരു താല്പര്യം കേട്ടോ. അപ്പോൾ അത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ നമ്മുടെ ഡെമോ ക്ലാസ്സിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സുകളിലൂടെ അറിയിക്കുക. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡെമോ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.